നബിയെ എന്നല്ല പറഞ്ഞത്. അബസ, അവര് മുഖം ചൊളിച്ചു. നബിയെ നിങ്ങൾ എന്നല്ല പറഞ്ഞത്. നബിയോടുള്ള അദബാണ് അല്ലാഹു ഇവിടെ കാണിച്ചത്. അബസ വതവല്ല, നബി തങ്ങൾ അവര് മുഖം ചുളിച്ചു, അവര് മുഖം തിരിച്ചു കളഞ്ഞല്ലോ. അൻജാഅഹുൽ അഅമാ, കണ്ണ് കാണാത്ത ഒരാൾ അവരുടെ സദസ്സിലേക്ക് വന്നപ്പോ നബി തങ്ങൾ മുഖം തിരിച്ചു എന്ന് പറഞ്ഞ ആ സംഭവം അന്ധന്മാരോട് ഉറപ്പുണ്ടായത് കൊണ്ടല്ല. ഈ സംഭവത്തിന്റെ പശ്ചാത്തലം അറിയാത്തവർക്ക് സംശയം വരും. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാവപ്പെട്ടവരെ നെഞ്ചോട് ചേർത്ത് വെച്ചവരാണ്, അവർക്ക് തുണയായവരാണ്, അവർക്ക് ഖനിയായവരാണ്, അവരുടെ കൈപിടിച്ചവരെ ഉയർത്തിക്കൊണ്ടുവന്നവരാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ അന്നത്തെ മക്കക്കാരായ പ്രമാണിമാർ, ബഹുദൈവാരാധകരായിരുന്ന മക്കയിലെ നേതാക്കന്മാർ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞുവല്ലോ, നബിയെ ഞങ്ങൾക്ക് മാത്രമായി നിങ്ങളൊരു ക്ലാസ് എടുത്തു തന്നാൽ ഞങ്ങൾ ഇസ്ലാമിലേക്ക് വരുന്നതിനെ കുറിച്ച് ആലോചിക്കാം. അപ്പോഴങ്ങനെയാ പറഞ്ഞത്. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. കണ്ണു കാണാത്തവർ, കൈയില്ലാത്തവർ, അടിമകൾ, ഇവരൊന്നും ഞങ്ങളുടെ സദസ്സിലേക്ക് വരാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുറൈശികളിലെ പ്രമാണിമാർ, അബൂജഹൽ അടക്കമുള്ള ആളുകൾക്ക് അവിടെ ഇരുന്ന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ശബ്ദമുണ്ടെന്നറിഞ്ഞ് അങ്ങോട്ട് വരുന്നത് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു. ആ വരവ് നബി തങ്ങൾക്ക് ഇഷ്ടമായില്ല. കാരണം അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ വന്നാൽ ഇവർ എഴുന്നേറ്റ് പോകും. ഇവർ ഇസ്ലാം ഒട്ടും കിട്ടാത്തവരാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം എന്ന കണ്ണ് കാണാത്ത നബിയുടെ വാങ്ക് വിളിക്കുന്ന സ്വഹാബി ഈമാനുള്ള സ്വഹാബിയാണ്. ഈമാൻ വർദ്ധിക്കാനാണ് വരുന്നത്. ഇല്ലാത്തവർക്ക് കൊടുക്കലല്ലേ ഉള്ളവർക്ക് വീണ്ടും കൊടുക്കുന്നതിനേക്കാൾ നല്ലത്. അതുകൊണ്ടാണ് നബി തങ്ങൾ മുഖം ചുളിച്ചത്. ആ ആയത്തിൽ പരാമർശിതരായ സ്വഹാബി ഈ സ്വഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ ഷഹീദായപ്പോ നിസ്കാരങ്ങൾക്ക് വാങ്ക് വിളിക്കാൻ ആളില്ലാതെ വന്നു. വാങ്ക് വിളിക്കാൻ ആളില്ലാതെ വന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാർ സഅദ് റളിയല്ലാഹു അൻഹു എന്ന സൈന്യത്തിന്റെ ക്യാപ്റ്റന്റെ മുമ്പിൽ ശരിക്ക് പറഞ്ഞാൽ അവര് മത്സരിക്കുകയാണ്. ഞാൻ വാങ്ക് വിളിക്കട്ടെ, ഞാൻ ചെയ്യാം. നമ്മറിയണം, ജരീർ ഇബ്നു അത്വിയ എന്ന് പറയുന്ന ഒരു കവി അല്ലാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ കാരണമായെന്ന ആ സംഭവം സ്വപ്നദർശനം അല്ലാമ ഇബ്നു കസീർ തങ്ങൾ എന്ന മുഫസ്സിറും മുഅർരിഖും ചരിത്ര പണ്ഡിതനും ഖുർആനിന്റെ വ്യാഖ്യാതാവും മഹാനവർ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത്, കാരണമായത് അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ച് പരിശുദ്ധമായ വാങ്കിന്റെ ശബ്ദം മരുഭൂമിയിൽ ഒറ്റക്ക് വാങ്ക് വിളിച്ചപ്പോൾ അല്ലാഹു അതിന് നൽകിയ പ്രതിഫലമാണ്. അല്ലാഹു എനിക്ക് പുറത്തു തന്നു. അല്ലാഹു നമുക്കും പുറത്തു തരട്ടെ. ബഗിയും മിൻ ബഗായാ ബനി ഇസ്രായീൽ, ഇസ്രായേൽ സന്തതികളിൽ, ഇസ്രായേൽ സമൂഹത്തിൽ വ്യഭിചാരിണിയായി ജീവിച്ച ഒരു പെണ്ണ് താൻ ദാഹിച്ചു വലഞ്ഞിട്ട് ഒരു കിണറ്റിലേക്ക് ഇറങ്ങി വെള്ളം കുടിച്ചു വന്നപ്പോ ഇത് സംഭവിച്ചത് ഒരു പുരുഷനായിരുന്നു, അല്ല ഒരു പെണ്ണിനായിരുന്നു. രണ്ട് റിവായത്തുകളുണ്ട്. അതുകൊണ്ടാണ് ആദ്യം ഒരു പ്രസംഗത്തിൽ അത് ഒരാണെന്നല്ലേ പറഞ്ഞത്, ഇപ്പൊ എന്താ പെണ്ണായത് എന്ന് ചിന്തിക്കേണ്ട. രണ്ട് റിവായത്തുകളുണ്ട്. ബഗി എന്ന് പറഞ്ഞാൽ ബഗിയത്ത് എന്ന് പറയേണ്ടതില്ല. വ്യഭിചാരം ചെയ്യുന്ന പെണ്ണിനെ ബഗി എന്നാണ് പറയാ, ബഗിയത്ത് എന്ന് പറയില്ല. ഗർഭിണിയായ പെണ്ണിനെ ഹാമിലത്ത് എന്നല്ല പറയാ, ഹാമിൽ അത്രേ പറയൂ. അവിടെ മുഅന്നസിന്റെ താ കൊടുക്കൂല. മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടി മാത്രം പറഞ്ഞതാ. ബഗിയും മിൻ ബഗായാ ബനി ഇസ്രായീൽ, ബനു ഇസ്രായേലിലെ വ്യഭിചാരിണിയായ പെണ്ണ് കിണറ്റിലിറങ്ങി വെള്ളം കുടിച്ചിട്ട് അന്ന് കിണറ്റിലിറങ്ങണം. അങ്ങനത്തെ ഒരു കിണറാണത്. ആ കിണറ്റിന് വെള്ളം കുടിച്ച് കയറി വരുമ്പോഴാണ് ഒരു നായ ദാഹിച്ച് മണ്ണ് കപ്പുന്നത്. ആ നായക്ക് ദാഹിച്ചുവല്ലോ എന്ന് കരുതി അല്ലാഹു ജീവികൾക്ക് ഉപകാരം ചെയ്താൽ പ്രതിഫലം നൽകുമല്ലോ, ആ പ്രതീക്ഷയിൽ ആ പെണ്ണ് താഴെ ഇറങ്ങി തന്റെ ഷൂ നിറയെ വെള്ളം നിറച്ച് ആ നായക്ക് വെള്ളം കുടിപ്പിച്ചതിന്റെ പേരിൽ ഫശകറല്ലാഹു സഅയഹാ, അവൾ ചെയ്ത കാര്യം അല്ലാഹുവിന് ഇഷ്ടമായി. ഫഗഫറല്ലാഹു ലഹാ, അല്ലാഹു പുറത്തു കൊടുത്തു ആ പെണ്ണിനെ. ആരാണ് തടഞ്ഞു വെക്കുക? അല്ലാഹു പുറത്തു കൊടുക്കാലോ, അല്ലാഹുവിനെ മാപ്പ് ചെയ്യാലോ. തമ്പുരാൻ മാപ്പ് ചെയ്തു കൊടുത്തു. ഒരു നായക്ക് വെള്ളം കുടിപ്പിച്ചതിന്, ഒരു സമുദായത്തിന്, ഒരു നാട്ടുകാർക്ക്, മനുഷ്യർക്ക് മുഴുവൻ ഭക്ഷണം കൊടുത്താൽ, വെള്ളം കൊടുത്താൽ എത്രയായിരിക്കും അതിന്റെ കൂലി? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരു നായക്ക് വെള്ളം കുടിപ്പിച്ചതിന്റെ പേരിൽ രക്ഷപ്പെട്ട ആളുകളുണ്ട്. ഇതൊക്കെ ക്യാപ്സൂളുകളാണ്.
സ്പേസിലേക്ക് കൊണ്ടുപോകുന്ന ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞ പോലെ നാളെ രക്ഷപ്പെടാൻ ചിലപ്പോൾ ചില ചെറുത് മതിയാകും. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് മുഅ്മിനെ, ഒറ്റക്കുള്ള ഈ യാത്രക്ക് നമ്മൾ ഒരുങ്ങുകയാണ്. യാത്ര ഒറ്റക്കാണ്. കയ്യിൽ എന്തെങ്കിലും കരുതണം, കയ്യിൽ വല്ലതും കരുതിയേക്കണം. ഒറ്റക്കാണ് പോകുന്നത്. മക്കളില്ല കൂടെ, ഭാര്യയില്ല കൂടെ, ബന്ധുക്കളില്ല, നാട്ടുകാരില്ല, സുഹൃത്തുക്കളില്ല, കൂട്ടുകാരില്ല, കാമുകന്മാരില്ല, ആരുമില്ല. നമ്മൾ ഒറ്റക്കാണ് യാത്ര. ഒരു സംഘമല്ല, ഒറ്റക്കാണ് പോകുന്നത്. ആ യാത്രയിൽ കൂടെ കരുതേണ്ടത് നന്മയാണ്. സൽക്കർമ്മങ്ങളാണ് കൂടെ വേണ്ടത്. ആ സൽക്കർമ്മങ്ങൾ കയ്യിലുണ്ടോ എന്ന് ഞാൻ എന്റെ ശരീരത്തോട് ചോദിക്കുന്ന ചോദ്യമാണത്. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളോട്, നമ്മൾ ഓരോരുത്തരും അവനവനോട് ചോദിക്കുക, എന്താണ് നമ്മുടെ ബാലൻസ്? നമ്മുടെ ബാലൻസ് ഷീറ്റിൽ എന്തുണ്ട്? അള്ളാഹുവിന്റെ മുമ്പിലേക്കുള്ള യാത്രയിൽ നമ്മൾ എന്താണ് കരുതി വെച്ചത്? നമ്മൾ എന്താണ് അള്ളാഹുവിനെ പറ്റി വിചാരിച്ചു വെച്ചത്? മദീനയിൽ അന്നൊരു ഭൂകമ്പം ഉണ്ടാവുകയാണ്. മദീനയിൽ ഭൂകമ്പമുണ്ടായി. ഫീ അഹദി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് സൽസലത്തിൽ മദീനയിൽ ഭൂകമ്പമുണ്ടായി. ഒരു ചെറിയ ഭൂകമ്പം. പക്ഷേ മദീനയിലെ ചില മതിലുകൾ ആ ഭൂകമ്പത്തിൽ തകർന്നു വീഴുകയുണ്ടായി. മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആ ഭൂകമ്പമുണ്ടായ ഉടനെ വിളംബരം ചെയ്തു, മദീനക്കാരായ മുഴുവൻ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് കൂടണം ഹബീബിന്റെ പള്ളിന്റെ മുമ്പിൽ. എല്ലാവരും ഒരുമിച്ച് കൂടി. ആണുങ്ങളുണ്ട് അവിടെ, പെണ്ണുങ്ങളുണ്ട്, എല്ലാവരെയും വിളിച്ചു. ഫാറൂഖ് റളിയല്ലാഹു അൻഹു, നമ്മൾ ആലോചിക്കേണ്ടത് ഒരു അപകടം വരുന്നത് മനുഷ്യൻ ചെയ്യുന്ന പാപം കൊണ്ടാണ്, മനുഷ്യൻ ചെയ്യുന്ന തിന്മ കൊണ്ടാണ് എന്നല്ലാതെ കലക്ടർ എന്ത് ചെയ്തു, മുഖ്യമന്ത്രി എന്ത് ചെയ്തു, മന്ത്രിമാരെന്ത് ചെയ്തു, ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയ പ്രവർത്തകന്മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരാനുള്ള ഒരു ടൂൾ എന്നതിലപ്പുറം പ്രകൃതി വിക്ഷോഭങ്ങൾ എന്ത് സംഭവിച്ചാലും അതിൽ ഇലാഹിയായ ഇടപെടലുണ്ട്, ദൈവികമായ ഇടപെടലുകളുണ്ട്. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ കുറിച്ചാണ് ആലോചിക്കേണ്ടത്. നമ്മൾ തെറ്റ് ചെയ്തത് കൊണ്ടാണോ അത് സംഭവിച്ചത്? അങ്ങനെയാണ് നമ്മൾ പേടിക്കേണ്ടത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എല്ലാവരെയും വിളിച്ചു വരുത്തി. എല്ലാവരും ഓടി വന്നു. മഹാനവറുകൾ ജനങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് പ്രസംഗിക്കുകയാണ്. വല്ലദീ നഫ്സി ബിയദിഹി. ആരായി പറയുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആരാണ് ഈ മഹാൻ? ഹബീബിന്റെ കൂട്ടുകാരൻ, ഹബീബിന്റെ കൂടെ റൗളയിൽ കിടക്കുന്ന കൂട്ടുകാരൻ. ഹഖദാ യദ്ഖുലു സലാസതുൽ ജന്ന എന്ന് തോളിൽ കൈപിടിച്ചുകൊണ്ടാണ് സിദ്ദീഖ് എന്നവരെയും ഉമർ എന്നവരെയും തോളിൽ നിർത്തിയിട്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, നമ്മൾ 3 പേരും ഇങ്ങനെ സ്വർഗ്ഗത്തിലേക്ക് പോകും. തോളിൽ കൈവച്ചുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞ വാക്കാണത്. നമ്മൾ 3 പേരും, അബൂബക്കറേ, ഉമറേ, നിങ്ങൾ 2 പേരോടുകൂടെ ഞാനും എന്റെ കൂടെ നിങ്ങളുമായി നമ്മൾ ഒരു കൂട്ടുകാരായിട്ടാണ് നാളെ സ്വർഗത്തിലേക്ക് പോകുന്നത്. ആ ഭാഗ്യം ഹബീബിന്റെ നാവ് കൊണ്ട് കേൾക്കാൻ ഭാഗ്യമുണ്ടായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഇൻ വഖഅ സൽസാലു മറത്തൻ സാനിയതൻ ഫിൽ മദീന, ഇനി എങ്ങാനും മദീനയിൽ രണ്ടാമതൊരു ഭൂകമ്പം ഉണ്ടാവുകയാണെങ്കിൽ ലാ ഉജാവിറുകും ഫീഹാ അബദാ. മദീനക്കാരെ ചെവി തുറന്നു കേട്ടോളൂ, ഇനി എങ്ങാനും ഒരു ഭൂകമ്പമുണ്ടായാൽ നിങ്ങളുടെ കൂടെ താമസിക്കാൻ ഉമർ മദീനയിൽ ഉണ്ടാവില്ല, ഉമർ മദീനയിൽ നിൽക്കില്ല. ഉമർ മദീന വിട്ട് എവിടേക്കെങ്കിലും പോയി മാറി താമസിക്കും. ഇനിയൊരു ഭൂകമ്പമുണ്ടായാൽ അത് താങ്ങാൻ ഉമറിന് കഴിയില്ലെന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാർ അവിടെയുണ്ട്. അവരെല്ലാം ചോദിച്ചു, ഫമാ അലാഖതുനാ യാ അമീറൽ മുഅ്മിനീന ബിസ്സൽസാൽ. മദീനയിൽ ഭൂകമ്പം ഉണ്ടായതിന് ഞങ്ങൾ എന്ത് പഴച്ചു? ഒരു ഭൂകമ്പം ഉണ്ടാകുമ്പോ നിങ്ങൾ ഞങ്ങളെ വിട്ടു പോവുകയോ? നിങ്ങൾ ഞങ്ങളുടെ അമീറല്ലയോ, ഞങ്ങളുടെ നേതാവല്ലേ, ഞങ്ങളുടെ ഹബീബിന്റെ കൂട്ടുകാരനല്ലേ? ഒരു ഭൂകമ്പം കൂടെ മദീനയിൽ ഉണ്ടായാൽ ഇനി ഒരിക്കലും ഞാൻ നിങ്ങളുടെ കൂടെ ജീവിക്കില്ലെന്ന് പറയാൻ ഞങ്ങൾ എന്ത് പിഴച്ചു എന്ന് അന്നത്തെ സ്വഹാബിമാർ, അന്നത്തെ താബിഈങ്ങൾ ഉമർ എന്നവരോട് ചോദിച്ചപ്പോ മഹാനായ ഉമർ എന്നവർ പറഞ്ഞു, അൻതുമുല്ലദീന ഔഖഉസ് സൽസാൽ,
നിങ്ങൾ കാരണത്താലാണ് ഇവിടെ മദീനയിൽ ഭൂകമ്പമുണ്ടായത്. ഫമാ വഖഅ ഇല്ലാ ബിദുനൂബികും, നിങ്ങൾ ചെയ്ത പാപങ്ങൾ കാരണത്താലാണ്, നിങ്ങൾ ചെയ്ത തെറ്റുകൾ കാരണത്താലാണ് ഭൂകമ്പമുണ്ടായത്. നിങ്ങളുടെ പാപങ്ങളെ കൊണ്ടാണ് റസൂലുള്ളാഹിന്റെ ഭൂമി, ഈ മണ്ണ് ഇവിടെ വിറങ്ങലിച്ചത്. ഈ ഭൂകമ്പം ഉണ്ടാവാൻ കാരണം നിങ്ങൾ ചെയ്ത തെറ്റാണ്. ഇനി എങ്ങാനും ഭൂകമ്പമുണ്ടായാൽ ഞാൻ ഇവിടെ നിൽക്കില്ല കേട്ടോ എന്ന് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ ഫബക്കൽ മസ്ജിദു ഹത്താ വജ്ജ ബിൽ ബുകാ, പള്ളിയിലേക്ക് കയറിയിരുന്ന പുരുഷാരവം മുഴുവനും പൊട്ടിക്കരയാൻ തുടങ്ങി. ആ തേങ്ങിക്കരച്ചിലിന്റെ ശബ്ദം മദീനയിലെ ടൗണിലേക്ക് കേൾക്കുമാർ ശബ്ദത്തിൽ മദീനയിലെ പള്ളിയിൽ പൊട്ടിക്കരച്ചിലായിരുന്നു. നിങ്ങളുടെ പാപം കൊണ്ടാണ് ഇവിടെ ഭൂകമ്പം ഉണ്ടായതെന്ന് ഉമർ റളിയല്ലാഹു അൻഹു മദീനക്കാരോട് പറഞ്ഞ സംഭവം. അതുകൊണ്ട് മുഅ്മിനേ, അല്ലാഹുവിന്റെ ലോകമാണിത്. ആര് രാജ്യം ഭരിച്ചാലും, ആര് മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ കളക്ടറോ ആരായാലും ലില്ലാഹിൽ മുൽക്ക്, ഇവിടുത്തെ പരമാധികാരം സ്രഷ്ടാവിനാണ്, അല്ലാഹുവിനാണ്. അവനാണ് ഇടപെടുന്നത്, അല്ലാഹുവാണ് ഇടപെടുന്നത്, അല്ലാഹുവാണ് അധികാരികളെ നിയമിക്കുന്നത്, അല്ലാഹുവാണ് അധികാരികളെ താഴെ ഇറക്കുന്നത്. അത് തമ്പുരാൻ ചെയ്യുന്ന പണിയാണ്. قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير. അല്ലാഹുവേ, നീയാണ് അഭിമാനം നൽകുന്നത്, നീയാണ് അപമാനം നൽകുന്നത്, നീയാണ് അധികാരം നൽകുന്നത്, ആ അധികാരം പിടിച്ചു വാങ്ങുന്നതും നീ തന്നെയാണ്. എന്നാൽ എല്ലാറ്റിലും ഖൈറുണ്ടല്ലോ റബ്ബേ, എല്ലാറ്റിലും ഖൈറുണ്ടല്ലോ എന്ന്. അല്ലാഹുവേ, അല്ലാഹുവേ, ഒറ്റക്കുള്ള യാത്രയിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞു തമ്പുരാനെ. ആ യാത്രയിൽ നിന്റെ കാരുണ്യം ഞങ്ങൾക്ക് കൂട്ടുണ്ടാവണേ തമ്പുരാനെ. അതുകൊണ്ട് മുസ്ലിമേ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, ദീനിലേക്ക്, ഇസ്ലാമിന്റെ സംസ്കാരവും നമ്മുടെ വേഷവിധാനവും നമ്മുടെ സ്വഭാവ രീതിയും നമ്മൾ പരിപൂർണമായും സ്വീകരിക്കുക. നമ്മുടെ ഐഡന്റിറ്റി, നാം ഒരു മുസ്ലിമാണ്. ആഫ്റ്റർ ഓൾ നമ്മളൊരു മുസ്ലിമാണ്. അങ്ങാടിയിൽ കച്ചവടം ചെയ്യട്ടെ, ഒരു എഞ്ചിനീയർ ആവട്ടെ, ഒരു ഡോക്ടർ ആവട്ടെ, ഏതെങ്കിലും പ്രൊഫഷണൽ ആവട്ടെ, നമ്മളൊരു ഇസ്ലാമിന്റെ നാമം കൊണ്ട് നടക്കുന്നുവെങ്കിൽ ഒരു മുസ്ലിമിന്റെ സത്യസന്ധത, ഒരു ഇസ്ലാമിന്റെ വിശാല മനസ്കത, ഒരു മുസ്ലിമിന്റെ സ്വഭാവ ഗുണം അവിടെ കാണിക്കണം. ഇസ്ലാം കൈവിട്ടുകൊണ്ട് നമുക്ക് യാത്രക്ക് പോകാൻ കഴിയില്ല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സ കീഴടക്കാൻ പോവുകയല്ല, മസ്ജിദുൽ അഖ്സയുടെ താക്കോൽ സ്വീകരിക്കാൻ പോയ നേരത്ത് ആ സമയം 40,000-ഓളം വരുന്ന സൈന്യം അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹുവിന്റെ കീഴിൽ ഷാമിൽ ഉമർ എന്നവരെ കാത്തിരിക്കുകയാണ്, കാത്തുകിടക്കുകയാണ്. അവിടേക്കാണ് ശരീരത്തിൽ ആസകലം കീറിപ്പറഞ്ഞ വസ്ത്രമിട്ട്, ഒരുപാട് തുന്നലുകളുള്ള വസ്ത്രമിട്ട്, കാലിൽ മണ്ണിന്റെ ചെളിയുമായിട്ട് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരൊട്ടകത്തിന്റെ കയർ പിടിച്ച് കടന്നു വരുമ്പോ മഹാനായ അബൂ ഉബൈദ തങ്ങൾ അടക്കമുള്ള സ്വഹാബിമാർ ഉമർ എന്നവരോട് പറഞ്ഞുവല്ലോ, അമീറുൽ മുഅ്മിനീനെ, ഒരു നല്ല വസ്ത്രം ഞങ്ങൾ കൊണ്ടുവരട്ടെയോ, ഒരു കോട്ട്, ഒരു ഓവർ കോട്ട് കൊണ്ടുവരട്ടെയോ, നല്ല ഒരു വസ്ത്രമാവട്ടെ. ഈ തുന്നിയ വസ്ത്രമിട്ട് നിങ്ങളെ കാണാൻ മസ്ജിദുൽ അഖ്സയുടെ ഈലിയായിലെ വീടുകളുടെ വരാന്തകൾ മുഴുവനും ആണും പെണ്ണും മക്കളുമായി നിറഞ്ഞിരിക്കുകയാണ്. ആരാണ് ഉമർ? ആരാണ് മുസ്ലിമീങ്ങളുടെ നേതാവ്? കിസ്റ, കൈസർ പേര് കേട്ടാൽ വിറക്കുന്ന ഉമർ എന്ന് പറഞ്ഞ, ഉമർ എന്നവരുടെ പേര് കേട്ടാൽ വിറവിറക്കുന്ന, സാമ്രാജ്യ ശക്തികൾ പോലും പേടിക്കുന്ന ആ ഉമർ എന്നവരെ നേരിൽ കാണാൻ കിട്ടിയ അവസരത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാർ പറഞ്ഞു, അമീറുൽ മുഅ്മിനീനെ, നിങ്ങളെ കാണാൻ ആയിരങ്ങളാണ് അവിടെ കാത്തിരിക്കുന്നത്. അതുകൊണ്ടൊരു നല്ല വസ്ത്രം ധരിക്കണ്ടേ? വേണ്ട 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 വേണ്ട, നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം. മുസ്ലിമീങ്ങളായപ്പോഴാണ് അല്ലാഹു നമുക്ക് അഭിമാനം തന്നത്. നമ്മുടെ വസ്ത്രത്തിന്റെ, നമ്മുടെ ഷർട്ടിന്റെ ബ്രാൻഡ് നെയിം കൊണ്ടല്ല, നമ്മുടെ ഓവർകോട്ടിന്റെ ഭംഗി കൊണ്ടല്ല, നമ്മുടെ ട്രൗസറിന്റെ, നമ്മുടെ പാൻസിന്റെ, നമ്മുടെ സ്യൂട്ടിന്റെ, കോട്ടിന്റെ ആ ബ്രാൻഡ് കൊണ്ടല്ല അല്ലാഹു നമ്മളെ വിജയിപ്പിച്ചത്. നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം. മുസ്ലിമായപ്പോഴാണ് അല്ലാഹു നമുക്ക് അഭിമാനം തന്നത്. ഫമൻ
ഇബ്തഗൽ ഇസ്സത ഫീ ഗൈരിഹി അദല്ലഹുല്ലാഹ്. അതുകൊണ്ട് ഞാൻ ഈ തുന്നിപ്പിടിപ്പിച്ച വസ്ത്രവുമായിട്ട് തന്നെയാണ് പോകുന്നത്. ഞാൻ മുസ്ലിമാണെങ്കിൽ എന്റെ വസ്ത്രത്തെ എല്ലാവരും ബഹുമാനിക്കുന്നത് എന്റെ സംസ്കാരത്തെയാണ്. അതുകൊണ്ട് എന്റെ വസ്ത്രം ഞാൻ മാറാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ഇസ്ലാമിനെ മാറ്റിവെച്ച് വേറെ ഏതെങ്കിലും സംസ്കാരം സ്വീകരിച്ചാൽ അഭിമാനം കിട്ടുമെന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിച്ചു എന്ന് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രഖ്യാപനത്തിൽ നിന്നാണ് നമ്മൾ നമ്മളെ സംബന്ധിച്ചറിയേണ്ടത്. അല്ലാഹു നമുക്ക് അഭിമാന ബോധം നൽകട്ടെ. അല്ലാഹു നമുക്ക് ഈ ദീനിലേക്ക് പരിപൂർണമായി ഇറങ്ങിച്ചെന്ന് പഠിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് ഈ യാത്രയിൽ നമ്മുടെ ഒന്നാമത്തെ കൈ മുതൽ നമ്മുടെ ഇസ്ലാം, നമ്മുടെ 5 നേരത്തെ നിസ്കാരം അത് ദുർബലമായി കൊണ്ടു നടക്കുന്നവർ അല്ലാഹുവിന്റെ മുന്നിൽ ദുർബലരാണ്. അത് മടിയായി ചെയ്യുന്ന ആളുകൾ നാളെ മടിയന്മാരായിട്ടാണ് അള്ളാന്റെ മുമ്പിലേക്ക് വരുന്നത്. അതുകൊണ്ട് സത്യവിശ്വാസികളെ, ആദ്യമായി എന്റെ സഹോദര സഹോദരിമാർ, വിദ്യാർത്ഥിനികൾ, സ്കൂളിൽ പോയിട്ട് നിസ്കാരം കളാക്കുന്ന മക്കളുണ്ട്. ളുഹർ നിസ്കരിക്കാതെ, അസ്ർ നിസ്കരിക്കാതിരിക്കുന്നവർ, ഹോംവർക്ക് ഉണ്ട്, അസൈൻമെന്റുകളുണ്ട്, പ്രൊജക്ടുകൾ ഉണ്ടെന്ന് പറഞ്ഞ് ഖുർആൻ ഓതാത്ത മക്കളുണ്ട്. അതുകൊണ്ട് മക്കളെ, ചെറുപ്പക്കാരെ, സഹോദര സഹോദരിമാരെ, മുഅ്മിനാത്തുകളെ, നമ്മുടെ ഒന്നാമത്തെ കയ്യിൽ കൊണ്ടു നടക്കേണ്ടത് അല്ലാഹുവിന്റെ കിതാബാണ്. അല്ലാഹുവിന്റെ കിതാബാണ്. അല്ലാഹുവിന്റെ കിതാബാണ്. രണ്ടാമത്തേത്, ഈ ലോകം ദുർബലമാണെന്നും നൈവിഷികമാണെന്നും നമ്മൾ അറിയണം. നമുക്കൊക്കെ അറിയാം. നമ്മൾ വാദ കേൾക്കുന്നവരാണ്, നമ്മൾ അറിഞ്ഞവരാണ്, പഠിച്ചവരാണ്. പക്ഷെ തലയിലേക്ക് കയറിയിട്ടില്ലെന്ന് തോന്നുന്നു. അങ്ങനെയാണ്. സമ്പത്തിന് വേണ്ടി അടിപിടി, മാതാപിതാക്കളോട് പിണക്കം, ജ്യേഷ്ഠനോട് പിണക്കം, അനിയനോട് പിണക്കം, അനിയത്തിയോട് മിണ്ടാറില്ല. എന്തോ സ്വത്ത് ഓഹരി വെച്ച കാര്യത്തിൽ അതെനിക്ക് അത്ര വേണം ഇത്ര വേണമെന്ന് പറഞ്ഞ വിഷയമാണ്. അദ്ദുന്യാ ദില്ലുൻ സായിലു. നീങ്ങിപ്പോകുന്ന ഒരു നിഴല് പോലെയല്ലയോ ഈ ലോകമെന്ന് എത്രയാണ് ഹബീബായ നബി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. മദീനയുടെ അങ്ങാടിയിലൂടെ നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു, ആ ചെറുപ്പക്കാരന്റെ ചെവിക്കുന്നിക്ക് മെല്ലെ സ്നേഹത്തോടെ നബി തങ്ങൾ പിടിച്ചു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവരെ. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് തോളിൽ പിടിച്ചുകൊണ്ട് ആ കൊച്ചുമോനോട് പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു ഉമറേ, كن في الدنيا كأنك غريب أو عابر سبيل وعد نفسك من أصحاب القبور. മോനെ അബ്ദുല്ലാഹ്, നമ്മുടെ ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ പ്രായമല്ലേ അത്? കോളേജിലേക്ക് പോകാൻ ഒരുങ്ങുന്ന വിദ്യാർത്ഥികളുടെ പ്രായമല്ലേ അത്? 16-17 വയസ്സുള്ളപ്പോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചുകൊണ്ടാണ് ഉപദേശിക്കുന്നത്. അബ്ദുല്ലാഹി ഇബ്നു ഉമറേ, കുൻ ഫി ദുനിയാ കഅന്നക ഗരീബ്. നിങ്ങൾ ദുനിയാവിൽ ജീവിക്കുമ്പോ, ഈ ലോകത്ത് ജീവിക്കുമ്പോ, നിങ്ങൾ ഒരു വിദേശിയെ പോലെ ജീവിക്കുക, നാട്ടുകാരനല്ലാത്തവരെ പോലെ. ഈ നാട്ടിലേക്ക് എന്തിനോ ഒരാവശ്യത്തിന് വന്നു, ഇവിടെ നിന്ന് തിരിച്ചു പോകും, ഇവിടെ സ്ഥിരമായി നിൽക്കാനുള്ള ആളല്ല. ആ ബോധം അബ്ദുല്ലാഹി ഇബ്നു ഉമറേ നിങ്ങൾക്ക് വേണമെന്ന് കൊച്ചുപ്രായത്തിൽ നബി തങ്ങൾ കൊടുത്ത ഉപദേശമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മരിക്കാൻ പേടിയുണ്ടാവില്ല. നമുക്ക് ആകെ പേടി എന്താ? ഞാൻ മരിച്ചാൽ ഇപ്പൊ ഈ വീട് എന്താവും, ഈ കച്ചവടം എന്താകും, എന്റെ മക്കളെ ആര് നോക്കും, എന്റെ ഭാര്യ എന്താവും? നമ്മൾ ഉണ്ടാവുന്നതിന് മുമ്പും ഈ ലോകമുണ്ട്, നമ്മൾ മരിച്ചാലും ഇതുണ്ടാവും. അപ്പൊ നമ്മളല്ല ഇത് നോക്കേണ്ടത്, മനസ്സിലായി. പിന്നെ ആരാണ്? അല്ലാഹു ജല്ല ജലാലുഹു. അല്ലാഹുവാ നോക്കണം, നമ്മളല്ലല്ലോ. നമ്മൾ ചെറിയ അല്ലാഹുവിന്റെ ചില അസ്ബാബുകളിൽ ചെറിയ സബബ് മാത്രമാണ്. നമ്മളില്ലെങ്കിൽ വേറെ സബബ് അല്ലാഹു ഇവിടെ കൊണ്ടുവരും. അതുകൊണ്ട് എന്തിനു പേടിക്കണം? കുൻ ഫി ദുനിയാ കഅന്നക ഗരീബ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം, മഹാനായ അലി തങ്ങൾ വഫാത്തായതിന്റെ ശേഷം, ഷഹീദായതിന്റെ ശേഷം അധികാരത്തെ ചൊല്ലിയുള്ള ചർച്ച നടക്കുമ്പോൾ, ഖിലാഫത്തിനെ ചൊല്ലിയുള്ള ചർച്ച നടക്കുമ്പോൾ, ഒരു മലയോരത്ത് ചെന്ന് സുജൂദിൽ കിടന്ന് ദുആ ചെയ്യുകയായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവരെ. ആളുകൾ മഹാനവരോട് ചെന്ന് പറഞ്ഞു, നിങ്ങൾ ഇവിടെ കിടക്കുകയാണോ? ഖിലാഫത്തിന്റെ ചർച്ചയാണ് നടക്കുന്നത്. നിങ്ങളുടെ ഉപ്പയല്ലേ ഞങ്ങളുടെ രണ്ടാമത്തെ ഖലീഫ, അതുകൊണ്ട് നിങ്ങളല്ലേ ഞങ്ങളുടെ ഖലീഫയാവേണ്ടത്. ഒരു 5ാമത്തെ ഖലീഫ ഉണ്ടെങ്കിൽ അത് നിങ്ങളാവണം. നിങ്ങൾ ഹബീബായ നബി തങ്ങളുടെ മുഹിബ്ബല്ലയോ, മുത്തബിഉ സുന്നയല്ലേ? നബി തങ്ങളുടെ സുന്നത്തുകൾ ജീവിതത്തിൽ അത്രമേൽ പകർത്തിയ ആളല്ലയോ? നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണോ? നിങ്ങൾക്ക് അധികാരം വേണ്ടേ?
എന്ന് ചോദിച്ചപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് തന്ന സാരോപദേശം ഞാൻ ഓർത്തു ജീവിക്കട്ടെ. കുൻ ഫിദ് ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത് ഒരു വഴിയാത്രക്കാരനെ പോലെ. പക്ഷെ 60 കൊല്ലം 70 80 90 കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ നമ്മുടെ വീട് മറ്റൊരാൾക്ക് ഒഴിഞ്ഞു കൊടുത്തേ പറ്റൂ. അത് കഴിഞ്ഞാൽ നമ്മുടെ നാട് മറ്റൊരാൾക്ക് മാറിക്കൊടുത്തേ പറ്റൂ. ഇവിടെ ആളുകൾ വേറെ വരും. നമ്മുടെ സമയം കഴിഞ്ഞു. ഒരു വാടക വീട്ടിൽ താമസിക്കുമ്പോ സമയം കഴിഞ്ഞാൽ അതിന്റെ ഉടമസ്ഥന് റൂം ഒഴിഞ്ഞു കൊടുക്കുന്ന പോലെ ഈ ലോകം നമ്മൾ ഒഴിഞ്ഞു കൊടുക്കണം. ആ നേരം വരെ നമ്മൾ എന്ത് ചെയ്യും എന്ന് നോക്കുകയാണ് അല്ലാഹു. ആ ലോകമാണിത്. അതുകൊണ്ട് മുഅ്മിനെ സാത്വികരായി വളരെ വളരെ നല്ല എളിമയിലും താഴ്മയിലും അല്ലാഹുവിന്റെ ഈ ലോകത്തെ അധികാരവും ഈ ലോകത്തെ സുഖോലുപതയുമെല്ലാം എന്റെ കയ്യിൽ വേണമെന്ന കൊതി നിങ്ങൾക്ക് വേണ്ട. അല്ലാഹു തരുന്ന നിഅമത്ത് ശുക്ർ ചെയ്യാൻ കഴിയുമെങ്കിൽ സ്വീകരിച്ചോ. അല്ലാഹുവിന്റെ നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്ത് ജീവിച്ചോ. പക്ഷേ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം സുഖിക്കലായി മാറരുത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഖലീഫ, നബി തങ്ങളുടെ ഖലീഫമാരിൽ രണ്ടാമത്തെ ആൾ നമ്മൾ അനുസ്മരിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അന്ന് ഹിംസിന്റെ ഭരണം, ഹിംസിലേക്ക് ഷാമിലേക്ക് അവിടുത്തെ ഒരു ഗവർണർ നിയമിക്കുകയാണ്. ആ ഗവർണർ മറ്റാരുമല്ല സഈദ് ഇബ്നു ആമിർ അൽ ജുമഹി റളിയല്ലാഹു അൻഹു. സഈദ് ഇബ്നു ആമിർ എന്നവരാണ്. സഈദ് ഇബ്നു ആമിർ എന്നവർ ഒരു ഗവർണറാണ്. കേരള ഗവർണർ നമുക്കറിയാം. സ്റ്റേറ്റുകൾക്ക് ഗവർണർമാരുണ്ട്. ഒരു ഗവർണർ എത്ര സ്ഥാനമുള്ള ആളാണ്. മഹാനായ സഈദ് ഇബ്നു ആമിർ അൽ ജുമഹി റളിയല്ലാഹു അൻഹു ഹിംസിലേക്ക് പുറപ്പെടുമ്പോൾ കയ്യിലുള്ളത് ഒരു വടി, ഒരു പാത്രം, ഒരു നേരം ഇടാനുള്ള വസ്ത്രം, ഭക്ഷണം കഴിക്കാനുള്ള ഒരു കൊച്ചു പാത്രവും വെള്ളത്തിന്റെ ഒരു ജഗ്ഗും. ഇതാണ് ഗവർണറുടെ ആകെയുള്ള മുതൽ. ആ മുതലുമായി ഹിംസിലേക്ക് ഒരു കഴുതപ്പുറത്ത് വരുമ്പോൾ ഹിംസുകാർ ചോദിച്ചു, നിങ്ങൾ മദീനത്തു നിന്നാണോ വരുന്നത്? അതെ, ഞങ്ങളുടെ നാട്ടിലേക്ക് ഒരു ഗവർണറെ അമീറുൽ മുഅ്മിനീൻ നിയമിച്ചിട്ടുണ്ടല്ലോ, ആ ഗവർണർ വരുന്നു എന്നറിയിക്കാൻ വന്നതാണോ നിങ്ങൾ? മഹാനവർ പറഞ്ഞു, ഞാൻ തന്നെയാണ് ആ അമീർ, ഞാൻ തന്നെയാണ് നിങ്ങളുടെ ഗവർണർ. നിങ്ങളോ ഈ കഴുതപ്പുറത്തോ ആരവങ്ങളില്ലാതെ ബഹളങ്ങളില്ലാതെ ചുറ്റും ആളുകളില്ലാതെ ഒറ്റയ്ക്ക് ഇങ്ങനെ പച്ചപ്പാവായി വരികയാണോ? നിങ്ങളാണോ ഗവർണർ എന്ന് ചോദിച്ചുവെന്ന് നമ്മൾ അറിയണം. ആളുകളെ കൂട്ടി ബഹളമുണ്ടാക്കി ഒരു ജഗപുക പരിപാടി, ഇതൊന്നും മുഅ്മിനീങ്ങൾക്ക് യോജിച്ചതല്ല, മുഅ്മിനീങ്ങൾ ചെയ്യാൻ പാടുള്ളതല്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ സുന്നത്തും അങ്ങനെയല്ല. മഹാനായ സഈദ് ഇബ്നു ആമിർ അൽ ജുമഹി റളിയല്ലാഹു അൻഹു കഴുതപ്പുറത്ത് ഹിംസിലേക്ക് വന്ന് അവിടത്തുകാരനായി മഹാനായ സ്വഹാബിയാണ്, അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടവരാണ്. സഈദ് ഇബ്നു ആമിർ അൽ ജുമഹി തങ്ങൾ അവിടുത്തെ ഗവർണറായി ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോ ഒരു ടെസ്റ്റ് ചെയ്യും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പരിശോധിക്കാൻ വേണ്ടി വരും. ഉമർ എന്നവർ മഹാനാണ്, ഗവർണറാണ്, ഖാദിയാണ്, ജഡ്ജാണ്, അധികാരിയാണ്, കൂട്ടുകാരനാണ്, നല്ല സുഹൃത്താണ്, എല്ലാമാണ്. തന്റെ ഗവർണർമാരെ കുറിച്ച് അവിടുത്തെ ജുമുഅത്ത് പള്ളിയിൽ വന്നിട്ട് നാട്ടുകാരെ മുഴുവനും ഒരുമിച്ച് കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഗവർണറെ നിർത്തിയിട്ട് ഉമർ എന്നവർ ചോദിക്കും, എന്റെ ഗവർണറെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായം എന്താണ്? പേടിയില്ലാതെ ഗവർണറെ മുമ്പിൽ നിർത്തി ചോദിക്കും ഉമർ എന്നവർ. അതാണ് ഫാറൂഖ് തങ്ങളുടെ ഭരണം, അതാണ് ഉമർ എന്നവരുടെ ഭരണം എന്നറിയണം. മഹാനായ ഉമർ എന്നവർ ഹിംസിലേക്ക് വരുന്നു. എന്തിന്? തന്റെ ഗവർണറെ പറ്റി അന്വേഷിക്കാൻ. ഹിംസുകാർ വല്ലാതെ പരാതി പറയുന്ന നാട്ടുകാരാണ്. മഹാനായ ഉമർ എന്നവർ ആ പള്ളിയിലേക്ക്, ഹിംസിലെ പള്ളിയിലേക്ക് നാട്ടുകാരെ മുഴുവനും ഒരുമിച്ച് കൂട്ടി. എല്ലാവരും വന്നു, ചോദിച്ചു, എന്റെ ഗവർണറായി നിങ്ങളുടെ നാട്ടിലേക്ക് നിയമിതനായ സഈദ് ഇബ്നു ആമിർ അൽ ജുമഹിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതിയുണ്ടോ? അതിൽ പ്രായമുള്ള ഒരാൾ പറഞ്ഞു, 4 പരാതി പറയാനുണ്ട്. ഉമർ എന്നവർക്ക് വിഷമമായി തുടങ്ങി. അത്ര നല്ല ഒരാളെയാണ് ഉമർ എന്നവർ ഹിംസിലേക്ക് വിട്ടത്. ഹിംസിൽ മുമ്പും ഗവർണർമാര് പോയിട്ടുണ്ട്, പക്ഷെ നാട്ടുകാരെ സ്വീകരിക്കൂല. നാട്ടുകാര് വളരെ റെബല്യസ്, ഒരു നിലക്കും സഹകരിക്കാത്ത ആളുകൾ, കുറ്റം കുറവും. അങ്ങനെ ഉണ്ടാവും ചില നാട്ടിൽ. ആ നാട്ടിലൊക്കെ ജോലി ചെയ്യുന്ന ഉസ്താദ്മാരെ കാര്യം പോക്കാം. ഉസ്താദ് ബസ്സിൽ ഇറങ്ങിയപ്പോ ഇടത്തെ കാലം വെച്ചത്, ഇതൊക്കെ കാര്യം സുബ്ഹാനല്ലാഹ്. ഇത് നോക്കി നടക്കാനായിട്ട് ചില ആൾക്കാരുണ്ടാവും, കുറ്റം മാത്രം നോക്കി നടക്കാൻ. അല്ലാഹ് കാക്കട്ടെ.
പിന്നെ എൻ്റെ സുഹൃത്തുക്കളായ മഹല്ലുകളിലൊക്കെ ജോലി ചെയ്യുന്ന ഖത്തീബുമാർ, ഉസ്താദുമാർ, ഖാദിമാർ അത് വിചാരിച്ച് ഒരു മഹല്ല് വിട്ട് അടുത്ത മഹല്ലിലേക്ക് പോകണ്ട, ഇതേ ഐറ്റം തന്നെയാണ് അടുത്ത മഹല്ലിലുണ്ടാവുക, എല്ലായിടത്തും ഉണ്ടാവും. ഇതൊക്കെ പൊരുത്തപ്പെട്ടു പോകാൻ കഴിയലാണ് വിജയം. മനുഷ്യന്മാരെ നന്നാക്കാൻ കഴിയില്ല, അതിനനുസരിച്ച് നമുക്ക് മാറാനേ പറ്റുള്ളൂ. അങ്ങനെയാണ് ഒരാളെ നമുക്ക് വേണ്ടി അവർ മാറണം എന്ന് പറഞ്ഞാൽ നടക്കൂല. അവർക്കനുസരിച്ച് നമ്മൾ ഒന്ന് അഡാപ്റ്റ് ചെയ്യുക, അത്രേ പറ്റൂ. മഹാനായ ഉമർ എന്നവർ സഈദ് ഇബ്നു ആമിർ എന്നവരെ കുറിച്ച് 4 പരാതി പറഞ്ഞപ്പോൾ അല്ലാഹുമ്മ ലാ തുഖയ്യിബ് ظني ഫീഹി, അല്ലാഹുവേ സഈദ് ഇബ്നു ആമിറിനെ കുറിച്ച് എൻ്റെ മനസ്സിലെ പ്രതീക്ഷകൾ തകർത്തു കളയരുതേ റബ്ബേ. ദുആ ചെയ്തു. എന്താ പരാതി? 4 പരാതിയാണ്. ഒന്ന്, പരാതി നമ്പർ 1, ഞങ്ങളുടെ ഗവർണർ നേരം പുലർന്ന് സൂര്യൻ ഉദിച്ച് ചൂട് വെച്ചതിന്റെ നേരം ഏകദേശം 10 മണി, ആ നേരത്തെ മഹാനവറുകൾ ഞങ്ങളുടെ കാര്യങ്ങളെ സംബന്ധിച്ച് പരിശോധിക്കാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറുള്ളൂ. ഡ്യൂട്ടിക്ക് ഓൺ ടൈം പോകൂല. ഒന്നാമത്തെ പരാതി അതാ. അടുത്തത്, രണ്ടാമത്തെ പരാതി, ഞങ്ങളുടെ അമീർ രാത്രിയായി കഴിഞ്ഞാൽ വാതിലടക്കും. പിന്നെ ആര് എന്ത് എന്ന് പറഞ്ഞാലും വാതിൽ തുറന്നു കൊടുക്കൂല. ആരുടെ പരാതിയും രാത്രിയിൽ അദ്ദേഹം സ്വീകരിക്കൂല. അങ്ങനെയോ? 3, മൂന്നാമത്തേത്, ആഴ്ചയിൽ ഒരു ദിവസം പുറത്തേക്കേ വരാറില്ല, വീട്ടിൽ തന്നെയാണ്. ഒരു ദിവസം മുങ്ങും, ലീവ് എടുക്കുന്നു പറയുന്ന പോലെ ഒരു ദിവസം വരില്ല, ഒരു ദിവസം ഡ്യൂട്ടിക്ക് വരാറേ ഇല്ല. 4, നാലാമത്തേത്, വിധി പറയാൻ വേണ്ടി നിന്നാൽ ഇടക്കിടക്ക് ബോധം കെട്ട് വീഴും. അങ്ങനെയുണ്ടോ ജഡ്ജിമാര് ബോധം കെട്ട് വീഴ? ജഡ്ജിമാര് ബോധം കെട്ട് വീണാൽ പിന്നെ എന്ത് സംഭവിക്കും? അവര് ഒരു ബോധ തെളിമയോടെ നിൽക്കേണ്ടവരല്ലേ? വിധി പറയാൻ നിന്നാൽ ബോധം കെട്ട് വീഴും. ഈ 4 പരാതികളാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഹിംസ് നാട്ടുകാർ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ പരാതിയാണത്. ഇതേ ചൂടുള്ള ചുക്കാപ്പിയാണ്, മധുരൊന്നുമില്ല. നിങ്ങൾക്ക് ആർക്കെയും വേണോ? മഞ്ഞ് കൊണ്ടിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തല മുറച്ചോളി. ചെറിയ മക്കളൊക്കെ ഉള്ളവരെ ഇനിയിപ്പോൾ നാളെ ആ ഉസ്താദിൻ്റെ വേദം കൊണ്ട് എനിക്ക് ജലദോഷം വന്നു അന്ന് പറഞ്ഞെടുക്കരുത് കേട്ടോ, ദയവ് ചെയ്തിട്ടേ. അപ്പോൾ കുട്ടികളൊക്കെ തല മറച്ചു കൊടുക്കുക. പെണ്ണുങ്ങൾ പിന്നെ ഏതായാലും തല മറച്ചിട്ട് തന്നെയാണ്. ആണുങ്ങളൊക്കെ പറ്റുന്നവരൊക്കെ വല്ല ഡബോലോ എന്തെങ്കിലുമൊക്കെ തലയിൽ വെച്ചേക്ക്. മഞ്ഞുണ്ടാവും അല്ലേ? ഈ ഡിസംബർ അല്ലല്ലോ, ജനുവരി ആയില്ലേ? ജനുവരി കഴിയാനായി. എത്ര പെട്ടെന്നാണ് ഓടുന്നത് റബ്ബേ. 2018 തുടങ്ങി, ഇപ്പോൾ ഇതാ കഴിഞ്ഞു എന്ന് പറയും. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമ്മുടെ ആയുസ്സിൽ ബർക്കത്ത് തരട്ടെ. ഇവർക്ക് തൊണ്ട നനയ്ക്കാൻ വേണ്ടി ഇങ്ങനെ കുടിക്കുകയാണ്. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇവർക്ക് കുടിക്കാൻ വല്ലതും ഉണ്ടോ? മധുരം വേണ്ട. അല്ല, ഇവർക്ക് കുടിക്കാൻ വല്ലതും ഉണ്ടോ? ഇല്ല, നടക്കൂല. ആർക്കെങ്കിലും സ്പോൺസർ ചെയ്യാം അല്ലേ? നാളേക്ക് വേണമെങ്കിൽ നാളെ മറ്റന്നാൾ അതിന് പിറ്റേന്ന് നമ്മുടെ വേദന. അപ്പോൾ ആ വരുന്നവർക്ക് എന്തെങ്കിലും ചുക്കാപ്പി, ഒരു ചൂടുള്ള കട്ടൻ ചായ, അതിനിപ്പോൾ എത്ര വരിക? എത്ര വരും? 1000 റുപ്യ മതിയോ? അത്രയും മതിയോ? അത് കൊടുക്കാൻ ഭാഗ്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഏൽപ്പിച്ചോളൂ. നാളെ ആ മനുഷ്യന്മാർക്കൊക്കെ നിങ്ങളൊക്കെ നാളെ വരണം ഇൻഷാ അല്ലാഹ്. എന്ത് ചെയ്യാൻ? മനോഹരമായൊരു വലിയ സ്വതക്കയാണ്. ഒരു ചൂടുവെള്ളം ഇത് ഇങ്ങനെ നോക്കി കണ്ണാറുള്ളിക്കുന്നവരുണ്ടാവും. എനിക്ക് കിട്ടിയ തിരക്കേടില്ല എന്നല്ല, അത് ഞാൻ പറഞ്ഞത് കയ്പുള്ള സാധനമാണ്, എരിവാണ് സാധനം. വലിയ ടേസ്റ്റ് ഉണ്ടായി കുടിക്കല്ല, നിവൃത്തിയോടുകൊണ്ട് കുടിക്കുകയാണെന്ന് അറിയില്ലേ. പക്ഷെ ഉണ്ടാക്കി നന്നായിട്ടുണ്ട് കേട്ടോ. വേണ്ട വേണ്ട, എനിക്ക് മധുരം ഇഷ്ടമല്ല. അൽഹംദുലില്ലാ. നല്ല ചൂട് കുറച്ചുകൂടെ ഉണ്ടായിക്കോട്ടെ, ചൂട് കുറച്ചുകൂടെ ഉണ്ടായിക്കോട്ടെ. മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സഈദ് ഇബ്നു ആമിർ എന്നവരെ വിളിച്ചിട്ട് ചോദിച്ചു, സഈദ് ഇബ്നു ആമിറെ, നിങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ 4 പരാതികളിൽ നിങ്ങൾക്ക് എന്താണ് മറുപടി പറയാനുള്ളത്? എന്ത് മറുപടിയാണ് ഇവിടെ പറയുന്നത്? ഉമർ എന്നവർ ദുആ ചെയ്തു, അല്ലാഹുമ്മ ലാ തുഖയ്യിബ് ظني ഫീഹി, അല്ലാഹുവേ ഇതൊരു നല്ല മനുഷ്യനാണെന്ന് വിചാരിച്ചാണ് അദ്ദേഹത്തെ ഞാൻ നിയമിച്ചത്. പടച്ചവനെ, എന്റെ പ്രതീക്ഷാ സ്ഥാനത്തായി പോവരുതേ എന്ന് ദുആ ചെയ്തു. സഈദ് ഇബ്നു ആമിർ എന്നവർ അമീറുൽ മുഅ്മിനീൻ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതിനുമുമ്പ് ഉമർ എന്നവർ സഈദ് ഇബ്നു ആമിർ എന്നവർ വീട്ടിൽ ചെന്നിട്ടുണ്ട്. നോക്കുമ്പോ ഈ ഒരു വടിയും ഒരു പാത്രവും ഒരു തോൽപാത്രവും ഒരു വസ്ത്രവും. സഈദ് ഇബ്നു ആമിറെ, ഇതുള്ളൂ കയ്യിൽ നിന്ന് ചോദിച്ചു. ആ, ഇതുള്ളൂ, വേറെ ഒന്നുമില്ലേ? ഒന്നുമില്ല. കഴിഞ്ഞോ? കഴിഞ്ഞു. ഇത്രേ വീട്ടിലെ ഫർണിച്ചർ, വേറെ ഒന്നുമില്ല. ഉമർ എന്നവർ കരഞ്ഞു.
അപ്പൊ ഹിംസിലേക്ക് പോവാന്ന് പറഞ്ഞപ്പോ ഭാര്യ ബിസിനസ്സൊക്കെ ഇഷ്ടപ്പെടുന്ന ഭാര്യയുടെ ബാപ്പ നല്ല ബിസിനസ്സുകാരനാണ്. അപ്പൊ അവൾക്കും കച്ചവടത്തിലൊക്കെ താല്പര്യം, കുറച്ച് പൈസ ഒക്കെ ഉണ്ട്. അങ്ങനെ ഭർത്താവിനോട് പറഞ്ഞു, ഹിംസിലേക്ക് പോവല്ലേ, ഷാം, ഓ നല്ല കച്ചവടം ചെയ്യാൻ പറ്റിയ നാടാണ്, എൻ്റെ അടുത്ത് കുറച്ച് പൈസ ഉണ്ട്, എന്റെ സ്വർണ്ണൊക്കെ കൂട്ടിയിട്ട് നമുക്ക് അവിടെ നല്ലൊരു ബിസിനസ് തുടങ്ങാം. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു, പൈസ ഒക്കെ താന്ന് പറഞ്ഞു. നിങ്ങൾക്ക് പറ്റുന്ന നല്ല ഒരു ബിസിനസ് കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തേക്കണം. ഓക്കെ, ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ പൈസയും വാങ്ങി ഷാമിലേക്ക് ചെന്നു, ഹിംസിലേക്ക് ചെന്നു. ഭാര്യ കുറച്ചു നാൾ കഴിഞ്ഞ് ഭർത്താവിന്റെ അടുത്തേക്ക് വരികയാണ്. അന്ന് പിന്നെ വിശ്വന്നും വേണ്ടല്ലോ, പോയാൽ മതി. ചെന്നു, അല്ല സഈദേ, നമ്മുടെ കച്ചവടം ഇവിടെ, നമ്മളെ ഷോപ്പൊന്ന് കാണണ്ടേ? അതെ, ഞാനിങ്ങനെ നോക്കി, 1 2 1 3 4 ഒക്കെ ലാഭം തരാൻ പറ്റിയ നല്ല നല്ല ബിസിനസ് കണ്ടു. അതിന്റെ ഇടക്കാണ് 1 700 എന്ന് പറഞ്ഞത്. അവിടെ കൊടുത്തു ഞാൻ മുഴുവൻ. ഓ മതി മതി, അതെവിടെ? അള്ളാഹ്ക്ക് കൊടുത്തു മോളെ, അല്ലല്ല 1 700 തരാന്ന് പറഞ്ഞത്, ഒക്കെ സ്വതക്ക ചെയ്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെയൊക്കെ ഇന്നൊരു ഭർത്താവ് ചെയ്ത അമ്മോശം വന്നിട്ട് തൊലാക്ക് വാങ്ങിച്ചു പോകും അല്ലേ? എന്റെ പെണ്ണിന്റെ കാശ് മുഴുവൻ കൊണ്ട് തൊലച്ച് കളഞ്ഞു എന്ന് അപ്പൊ പറയാം അല്ലെ? ആഖിറത്തിലേക്ക് ഒരു ഇൻവെസ്റ്റ് ചെയ്തു ഇപ്പൊ കാണൂല ആൾക്കാർ, അങ്ങനെ ചിന്തിക്കുന്നില്ല. ഇല്ലാ മാ റഹിമ റബ്ബി, കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവും, എന്നാലും ബഹുഭൂരിപക്ഷം ആ ഒരു ചിന്തയില്ലാത്തവർ. ആ മഹാനാണ് ഈ സഈദ് ഇബ്നു ആമിർ അൽ-ജുമഹി റളിയല്ലാഹു അൻഹു. ആദ്യത്തെ പരാതിയെ സംബന്ധിച്ച് മറുപടി പറയുകയാണ് അമീറുൽ മുഅ്മിനീനെ, എന്നെ സംബന്ധിച്ചുള്ള ആദ്യത്തെ പരാതി, ഞാൻ രാവിലെ വെയിൽ ചൂടായതിന്റെ ശേഷമാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറുള്ളത്. അതല്ലേ ഒന്നാമത്തെ പരാതി? അതെ. എന്താ മറുപടി പറയാനുള്ളത്? അതിന് മറുപടി, എന്റെ വീട്ടിൽ എന്റെ ഭാര്യ നിത്യരോഗിയായി മാറിയിട്ടുണ്ട്. ഇപ്പോ അവള് രോഗിയാണ്. എന്റെ കൊച്ചു മക്കളുണ്ട്. അവൾക്കും എന്റെ മക്കൾക്കും എനിക്കുമുള്ള രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ടത് എന്റെ ജോലിയാണ്. എന്റെ ഭാര്യയെ ശുശ്രൂഷിക്കണം, അവൾക്ക് മരുന്ന് കൊടുക്കണം, അവൾക്ക് ഭക്ഷണം കൊടുക്കണം, ആ ഭക്ഷണം ഞാൻ തന്നെ ഉണ്ടാക്കണം. ഈ ജോലിയെല്ലാം ആയിത്തീരുമ്പോൾ വീട് വൃത്തിയാക്കി വെച്ചതിന് ശേഷമാണ് എനിക്ക് ജോലിക്ക് പോകാൻ കഴിയൂ. അതുകൊണ്ടാണ് ഞാൻ ലേറ്റ് ആവുന്നത്. ഒറ്റക്ക് പോകേണ്ട യാത്ര ഓർമ്മ വരുന്ന നിമിഷങ്ങളാണത്. ശരീരത്തിൽ മാരക രോഗങ്ങൾ വരുമ്പോ, നരബാധിച്ച് മനുഷ്യൻ തളരുമ്പോ, ശരീരം ദുർബലമാകുമ്പോൾ, വഴികളെല്ലാം നമ്മുടെ കൺമുമ്പിൽ അടയുമ്പോൾ, ഇനി ഞാനൊരു യാത്ര പോകണം, അത് ഒറ്റക്കുള്ള യാത്രയാണ്. എന്റെ ജനാസയിൽ, എന്റെ മയ്യത്ത് കട്ടിലിൽ കൂടെ കിടക്കാൻ എന്റെ മക്കളുണ്ടാവില്ല, എന്റെ ഭാര്യയോ ഭർത്താവോ ഇല്ല. ഞാൻ ഒറ്റക്കാണ് ഖബറിലേക്ക് പോകുന്നത്. എന്നെ ഒറ്റക്കാണ് അവിടെ ഇറക്കി വെക്കുന്നത്. എന്റെ മേൽ കല്ലുപാകി, എന്റെ മേൽ കല്ലുപാകി, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. മണ്ണിൽ നിന്നാണ് നിന്നെ പടച്ചത്, മണ്ണിലേക്ക് നിന്നെ മടക്കി, ഇനി മണ്ണിൽ നിന്ന് നിനക്ക് അല്ലാഹു പുനർജന്മം നൽകുമെന്ന ആയത്തിന്റെ വരികൾ ഓതി നമ്മൾ മണ്ണ് വാരിയിട്ട് സലാം പറഞ്ഞു പോരുന്ന നേരം, ഞാനും തിരിച്ചു വന്നാൽ നീ എന്നെ സ്വീകരിക്കുമോ എന്ന് അള്ളാഹുവിനോട് ചോദിച്ചപ്പോൾ, അവിടെ അള്ളാഹുവിന്റെ മാലാഖമാരിൽ ആരോ ഒരാൾ വിളിച്ചു പറയുന്ന മറുപടി കേൾക്കുന്നു. എന്താണ് മറുപടി? നീ എന്നെ അനുസരിച്ചപ്പോൾ നിനക്ക് ഞാൻ ഉത്തരം നൽകി. നീ തെറ്റ് ചെയ്തപ്പോൾ നിന്നെ ഞാൻ കയറഴിച്ചു വിട്ടു. നീ വേണ്ട തെറ്റെല്ലാം ചെയ്യാൻ നിനക്ക് ഞാൻ സൗകര്യം തന്നു. എന്നാൽ ഒരിക്കലൂടെ നീ എന്റെ മുമ്പിലേക്ക് തിരിച്ചു വന്നാൽ 2 കൈയും നീട്ടി നിന്നെ ഞാൻ സ്വീകരിക്കുമെന്ന് അള്ളാഹു മറുപടി പറയുന്ന റബ്ബിന്റെ മറുപടി മാലാഖമാർ അവിടെ വിളിച്ചു പറയുകയാണ്. അതാണ് വിശുദ്ധമായ ഖുർആൻ സൂറത്തു ആലി ഇംറാനിലെ 135-ാമത്തെ ആയത്തിലൂടെ നമ്മളോട് പറയുന്നത്. അള്ളാഹുവിന്റെ മറുപടി നോക്കണം. അള്ളാഹുവിന്റെ മറുപടി, അബത്തനാ അത്വഅതനാ ഫഅഹ്ബബ്നാക. അങ്ങനെയാണ്, അത്വഅതനാ ഫഅഹ്ബബ്നാക വഅസൈതനാ ഫഅംഹൽനാക വഇൻ റജഅത ഇലൈനാ ഖബിൽനാക. നീ നന്മ ചെയ്തപ്പോൾ നിന്നെ ഞാൻ സ്വീകരിച്ചു, നിന്നെ ഞാൻ സ്നേഹിച്ചു. നീ തിന്മ ചെയ്തപ്പോൾ നിന്നെ പെട്ടെന്ന് ഞാൻ ശിക്ഷിച്ചിട്ടില്ല, നിന്നെ വെറുതെ വിട്ടു. ഇനി ഒരിക്കലൂടെ നീ എന്നിലേക്ക് തിരിച്ചു വന്നാൽ ഞാൻ നിന്നെ സ്വീകരിക്കാൻ ഒരുക്കമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ് ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം ومن يغفر الذنوب إلا الله
വലം യുസിറു അലാ മാ ഫഅലൂ വഹും യഅലമൂൻ. മുഅ്മിനീങ്ങൾ ആരെന്നറിയണേ? വല്ലദീന ഇദാ ഫഅലൂ ഫാഹിഷ, എന്തെങ്കിലും തിന്മ ചെയ്താൽ, തോന്നിവാസം ചെയ്താൽ, ഔ ളലമൂ അൻഫുസഹും, പാപക്കറകളിൽ മുങ്ങിക്കുളിച്ചാൽ, ദഖറുല്ലാഹ്, അവർക്ക് അല്ലാഹുവിനെ ഓർമ്മ വരും. ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം, പറ്റിപ്പോയി റബ്ബേ, മാപ്പ് തരണം റബ്ബേ, പൊരുത്തപ്പെട്ടു തരണം റബ്ബേ എന്ന് അല്ലാഹുവിനോട് പൊറുക്കൽ ചോദിക്കും. അവരാണ് സജ്ജനങ്ങൾ. വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാണ് പാപങ്ങൾ പുറത്തു തരാനുള്ളത്? വലം യുസിറു അലാ മാ ഫഅലൂ വഹും യഅലമൂൻ, അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റ് നിരന്തരം ചെയ്യുന്നവരല്ല അവർ. വല്ലപ്പോഴും തെറ്റ് പറ്റിപ്പോയേക്കും. ആ തെറ്റ് പറ്റുന്നത് അല്ലാഹു പുറത്തു തരാൻ ഒരുക്കമാണ്. നിരന്തരം തെറ്റ് ചെയ്യുന്നവരല്ല മുഅ്മിനീങ്ങൾ. തെറ്റ് സംഭവിച്ചു പോയേക്കും, ചില ദുർബല നിമിഷങ്ങൾ എന്ന് പറയില്ലേ. അല്ലാഹു നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബത്തെ, കുടുംബിനികളെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എത്രയോ എത്രയോ സംഭവങ്ങൾ നമ്മുടെ അയൽപക്കങ്ങളിൽ, വീടുകളിൽ, നാടുകളിൽ, രാജ്യത്ത് എത്രയോ പെണ്ണുങ്ങൾ വ്യഭിചാരം സംഭവിച്ചു പോകുന്നു. പ്ലസ് ടു പഠിക്കുന്ന മക്കള്, കോളേജ് പഠിക്കുന്ന മക്കള് പേടിക്ക് കൂട്ടിന് പോകുന്നു. സ്വന്തം അമ്മായിയാണ്, ജ്യേഷ്ഠന്റെ ഭാര്യയാണ്, മൂത്താപ്പയുടെ മോളാണ്. ഇതൊക്കെ വിവാഹബന്ധം അനുവദിക്കപ്പെട്ട ബന്ധങ്ങളാണ്, മഹ്റമുകളല്ലെന്നറിയണം. അങ്ങനെ വീടുകളിൽ എത്ര എത്ര സംഭവങ്ങൾ, പറയാൻ നമുക്ക് നാണം തോന്നുന്ന സംഭവങ്ങൾ. എത്രയോ സജ്ജനങ്ങളായി, സത്യവതികളായി ജീവിച്ച പെണ്ണുങ്ങൾ ദുർബല നിമിഷങ്ങളിൽ പാപങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട്. എന്നാൽ അങ്ങനെ തെറ്റുകൾ സംഭവിക്കുമ്പോൾ അല്ലാഹുവിനെ പെട്ടെന്ന് ഓർക്കണേ. എന്നിട്ട് ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം, അല്ലാഹുവിനോട് പാപമോചനം ചോദിക്കണം. അങ്ങനത്തെ ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കും. ജനങ്ങൾ പുറത്തു കൊടുത്തില്ല എന്ന് വരും. ജനങ്ങൾ എത്ര നന്നായാലും പഴയ കഥ പറയും, അവൻ എന്ത് ചെയ്തില്ലേ, ഇത് ചെയ്തില്ലേ. അല്ലാഹു അങ്ങനെയല്ല. വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാണ് നിങ്ങൾക്ക് പാപങ്ങൾ പുറത്തു തരാനുള്ളത്? റബ്ബ് പുറത്തു തരും. നിങ്ങൾ ചോദിക്കും. വലം യുസിറു അലാ മാ ഫഅലൂ, അവർ ചെയ്ത തിന്മകളിൽ നിരന്തരമായി നിലകൊള്ളുന്ന ആളുകളല്ല സത്യവിശ്വാസി, വിശ്വാസിനികൾ. അങ്ങനെയല്ല. എപ്പോഴെങ്കിലും തെറ്റുപറ്റിയേക്കാം, മനുഷ്യനല്ലയോ. അപ്പോഴേക്കും അല്ലാഹുവിനെ ഓർമ്മ വരണം. പാപങ്ങൾക്ക് പാപമോചനം ചോദിക്കണം. അല്ലാഹു പുറത്തു തരും. 80 വയസ്സായ മനുഷ്യനോടാണ്, നീ എന്നിലേക്ക് തിരിച്ചു വന്നാൽ നിന്നെ ഞാൻ സ്വീകരിക്കും. വഇൻ റജഅത ഇലൈനാ വഇൻ ഉദ്ത ഇലൈനാ ഖബിൽനാക്, എന്റെ മുമ്പിലേക്ക് നീ വന്നാൽ 80 കഴിഞ്ഞ വൃദ്ധനായ മനുഷ്യനോട് അല്ലാഹുവിന്റെ മറുപടി ഖബിൽനാക്, നിന്നെ നാം സ്വീകരിക്കുമെന്ന് അല്ലാഹു ജല്ല ജലാലു. ആ ആശയമാണ് സൂറത്തു ആലി ഇംറാനിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് തിരിഞ്ഞു നടക്കാനും പാപമോചനം ചോദിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ പള്ളിയുടെ വികസനത്തിന് വേണ്ടി എന്തെങ്കിലും സ്വതക്ക ചെയ്യാൻ കഴിയുന്ന ആളുകളൊക്കെ ഒരു സംഖ്യ നിങ്ങൾ എഴുതി ഏറ്റെടുക്കാൻ വേണ്ടി ഞങ്ങൾക്ക് പറ്റുന്ന ആളുകൾ എന്ത് ചെയ്യുക, കാർഡ് തരുന്നുണ്ട്, നാളെ വരുമ്പോൾ കൊണ്ടുവന്നാൽ മതി. ഇൻഷാ അല്ലാഹ്. അള്ളാഹു അതൊക്കെ വിജയിപ്പിക്കട്ടെ. അള്ളാഹു വിജയിപ്പിക്കട്ടെ. അള്ളാഹു വിജയിപ്പിക്കട്ടെ. ഇൻഷാ അല്ലാഹ്. നമ്മുടെ ഈ പ്രദേശങ്ങളൊക്കെ വലിയ നന്മയുടെ, ഇവിടെ മാലിക് ദീനാർ ഖുർആൻ കോളേജ് വരുന്നുണ്ട്, നഫീസത്തുൽ മിസ്രിയ കോളേജുണ്ട്, ഇവിടെ ഹിഫ്ദുണ്ട്, തോടന്നൂർ ജമാഅത്ത് പള്ളിയുടെ വിപുലീകരണ ആവശ്യാർത്ഥമുള്ള നിങ്ങൾ ഓരോരുത്തരും സംഭാവന നൽകാൻ പറ്റുന്ന മുഴുവൻ ആളുകളും ഒരു സംഖ്യ ഏറ്റെടുക്കണം. അതിനാണ് അത് കൂപ്പൺ തരുന്നത്. എല്ലാവരും സഹോദരിമാർക്ക് പ്രത്യേകിച്ചും അള്ളാന്റെ പള്ളിക്കല്ല ഇനി ഒരു അവസരം കിട്ടിയില്ല. അത് ഇങ്ങനെയൊക്കെ ഒരു അവസരം വരുമ്പോഴേ ചെയ്യാൻ പറ്റും. അള്ളാഹു വിജയിപ്പിച്ചു തരട്ടെ. ഇതിനെ അവസാനിപ്പിക്കാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. 1-2 കാര്യങ്ങൾ കൂടെ. സമയം വൈകിപ്പോയോ? നിങ്ങൾ ബോറടിച്ചോ? ഉണ്ടെങ്കിലും ഉണ്ട് എന്നാരും പറയാറില്ല. അതങ്ങനെയല്ലേ? തിരക്കായോ? 11 മണി. എനിക്ക് ഇത് കഴിഞ്ഞിട്ട് മലപ്പുറത്ത് പോയിട്ട് പിന്നെ കോഴിക്കോട് തിരിച്ചു വന്നിട്ട് അങ്ങനെ കുറേ പണി ചെയ്യാനുണ്ട്. എനിക്ക് സുബഹിയാവും എന്തായാലും ഒന്ന് സുബഹിസ്കരിച്ചിട്ട് ഇന്ന് ഉറങ്ങാൻ പറ്റും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരു അരമണിക്കൂർ കൂടെ, അതിന് കുഴപ്പമില്ലല്ലോ. അരമണിക്കൂർ അരമണിക്കൂർ തന്നെ, അതായത് 35 ആവുമ്പോൾ നമ്മൾ നിർത്തും ഇൻഷാ അല്ലാഹ്. കുഴപ്പമില്ലല്ലോ. അത് ഓവറാണെന്ന് തോന്നണമല്ലോ. എന്ത് ചെയ്യും? നേരം വൈകുന്നുണ്ടെങ്കിൽ പോയിക്കോളി ഇൻഷാ അല്ലാഹ്. പ്രയാസമൊന്നുമില്ല. ഒരമണിക്കൂർ വേവോളം നിന്നില്ല. ഇനിയിപ്പോൾ 6 എന്താ അല്ലേ? ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് മുഅ്മിനെ, ആ ഒറ്റക്കുള്ള യാത്രക്ക് നമ്മൾ ഒരുങ്ങുകയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ നേരത്തെ
അള്ളാഹു വിളിച്ചു കൊണ്ടുപോകുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാൻ പറയുമ്പോൾ ആ സമയത്ത് ശരിക്കൊരു കലിമ ചൊല്ലാൻ പറ്റണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ. അല്ലാമ ഇബ്നുൽ ഖയ്യിം അൽ ജവാബുൽ കാഫി ലിമൻ സഅല അനി ദവാഇ ശാഫി എന്ന് പറയുന്ന ഒരു കിതാബുണ്ട് ഇബ്നുൽ ഖയ്യിമിന്റെ. അദ്ദേഹം അതിലൊരു സംഭവം പറയുന്നുണ്ട്. പാട്ടും മ്യൂസിക്കുമായി നടന്നിരുന്ന ഒരു മനുഷ്യൻ എപ്പോഴും കാണാൻ ചുരുക്കുള്ള പെണ്ണുങ്ങളെ കണ്ട അവരുടെ പിന്നാലെയാണ്. അങ്ങനത്തെ ഒരു ചെറുപ്പക്കാരൻ മരിക്കാൻ കിടന്നപ്പോ കലിമ ചൊല്ലു മോനെ, കലിമ ചൊല്ല് എന്ന് പറഞ്ഞപ്പോ ആ ചെറുപ്പക്കാരൻ പാടിയ 2 വരി ബൈത്തുണ്ട്. وَرُبَّ سَائِلَةٍ يَوْمًا وَقَدْ تَعِبَتْ أَيْنَ الطَّرِيقُ إِلَى حَمَّامِ مَنْجَابِي. കലിമ ചൊല്ലു മോനെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ല്, മരണമാണ് നിനക്ക് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അതിനെ സമ്മതിക്കാതെ കലിമ ചൊല്ലാൻ കഴിയാതെ നാവിൽ അന്ന് മഞ്ചാബിയുടെ കുളിപ്പുര അന്വേഷിച്ചു വന്ന ആ ഭംഗിയുള്ള പെണ്ണെവിടെ, അവളെപ്പോലെയുള്ള തരുണീ മണികളെവിടെ എന്ന് പെണ്ണുങ്ങളെ കുറിച്ച് പാട്ടുപാടി മരിച്ചുപോയ ആളുകളുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. കലിമ ചൊല്ലാൻ പറയുമ്പോൾ സിനിമ പാട്ടായിരിക്കും പാടുക. അല്ലാഹുവിന്റെ കാവൽ തരട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലേണ്ട നേരത്ത് ചൊല്ലാൻ കഴിയാത്തവർ, മഹാനായ ഇബ്നു അബി ദുനിയയുടെ കിതാബുൽ മുഹ്തദിരീൻ എന്നൊരു കിതാബുണ്ട്. മരണാസന്നരായ, മരണം കൺമുമ്പിൽ കണ്ട ആളുകളുടെ ചരിത്രങ്ങളാണ് അതിലുള്ളത്. കിതാബുൽ മുഹ്തദിരീൻ. അല്ലാമ ഇബ്നു അബി ദുനിയ ഹദീസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ആളാണ്, പ്രഗൽഭനായ പണ്ഡിതനാണ്. അതിലൊരു കച്ചവടക്കാരന്റെ കഥ പറയുന്നുണ്ട്. കച്ചവടക്കാരനോട് കലിമ ചൊല്ലൂ, കലിമ ചൊല്ലൂ എന്ന് പറഞ്ഞപ്പോൾ 4ഉം 6ഉം ഗുണിച്ചാൽ എത്രയാ കിട്ടുക എന്നാണ് അയാൾ ഇങ്ങോട്ട് ചോദിക്കുന്നത്. 4ഉം 6ഉം ഗുണിച്ചാൽ എന്ത് കിട്ടും? അപ്പോഴും കണക്ക് കൂട്ടാൻ. ജീവിതത്തിൽ കലിമ ചൊല്ലിയിട്ടില്ല, ജീവിതത്തിൽ സ്വലാത്ത് ചൊല്ലിയിട്ടില്ല, ജീവിതത്തിൽ ഖുർആൻ ഓതിയിട്ടില്ല. അത്തരത്തിലുള്ള ആളുകൾക്ക് നാളെ മരണാസന്നരാകുമ്പോൾ നാളെ രക്ഷപ്പെടാൻ പ്രയാസമായിരിക്കും. ആ യാത്രയുടെ തുടക്കമാണത്. ആമിർ ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു എന്ന പ്രഗൽഭനായ ഒരു താബിഈ മഗ്രിബ് നിസ്കാരമാകുന്ന നേരത്ത് മരണാസന്നനാണ്. സക്കറാത്തിന്റെ അവസാന നിമിഷങ്ങളിലാണ്. അപ്പോഴാണ് മഗ്രിബ് വാങ്ക് വിളിക്കുന്നത്. ആമിർ ഇബ്നു അബ്ദുല്ലാഹി തങ്ങൾ ചെവിയിൽ കേൾക്കുന്നു. മഗ്രിബിന്റെ വാങ്ക് വിളിക്കുമ്പോൾ അദ്ദേഹം ആ സക്കറാത്തിൽ കിടക്കുന്ന നേരത്ത് പറഞ്ഞു, ഇഹ്മിലൂനി 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 ഇലൽ മസ്ജിദ്, എന്നെ ആ പള്ളിയിലേക്ക് ഒന്ന് കൊണ്ടുപോകൂ, നിസ്കരിക്കാൻ എന്നെ എടുക്കൂ, എനിക്ക് പള്ളിയിൽ പോകണം, എനിക്ക് നിസ്കരിക്കണം. ആളുകൾ പറഞ്ഞു, യാ ആമിർ ഇബ്നു അബ്ദുല്ലാഹ്, നിങ്ങൾ മരണപ്പെടാൻ പോവുകയാണ്, നിങ്ങൾ ജീവിതം അവസാനിക്കാൻ പോവുകയാണ്, സക്രാത്തിലാണ് കിടക്കുന്നത്. ഈ നേരം നിങ്ങളെ എങ്ങനെയാണ് പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നത്? അദ്ദേഹം പറഞ്ഞു, ഇഹ്മിലൂനി കൈഫ, എങ്ങനെയാണ് അസ്മഉ നിദാ അല്ലാഹി ഫലാ ഉജീബ്, അല്ലാഹു എന്നെ വിളിക്കുന്നു പള്ളിയിലേക്ക് വരണമെന്ന്. ഹയ്യ അലസ് സ്വലാത്ത് ഹയ്യ അലൽ ഫലാഹ്, അല്ലാഹു എന്നെ വിളിക്കുമ്പോൾ എനിക്ക് എങ്ങനെയാണ് ഉത്തരം കൊടുക്കാതിരിക്കാൻ കഴിയുക? അതുകൊണ്ട് എന്നെ കൊണ്ടുപോകണേ, എന്നെ കൊണ്ടുപോകണേ എന്ന് പറഞ്ഞിട്ട് ആ മഹാനായ താബിഈയെ തോളിലേറ്റി പള്ളിയിൽ കൊണ്ടുപോയി, കസേരയിൽ കൊണ്ടുപോയി ഇരുത്തി ഇമാമിനോടൊപ്പം മഗ്രിബ് നിസ്കരിച്ചു. നിസ്കരിച്ചുകൊണ്ടിരിക്കെ അവസാനത്തെ സുജൂദിലേക്ക് പോയപ്പോൾ തൂഫിയ ഇലാ റബ്ബിഹി, അല്ലാഹുവിലേക്ക് റൂഹ് യാത്രയാവുകയാണ് ഉണ്ടായത്. സുജൂദിൽ കിടന്നു മരിച്ചു. ഭാര്യയോട് ഓടിച്ചെന്ന് പറഞ്ഞു, തൊട്ടടുത്ത വീടാണ്. സഹോദരി, നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവ് നമ്മുടെ ആമിർ ഇബ്നു അബ്ദുല്ലാഹി തങ്ങൾ നിസ്കാരത്തിലാണ് മരിച്ചത്, നിസ്കാരത്തിൽ മരിച്ചുപോയി. ആ മഹരി പറഞ്ഞു, ഞാനൊന്ന് പറഞ്ഞോട്ടെ, അദ്ദേഹം സുജൂദ് ചെയ്തപ്പോഴായിരിക്കും മരിച്ചിരിക്കുക, സുജൂദിലായിരിക്കും മരിച്ചിട്ടുണ്ടാവുക. പറഞ്ഞു, അതെ, നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? നിങ്ങളത് കണ്ടില്ലല്ലോ, പള്ളിക്കുള്ളിലല്ലേ അദ്ദേഹം മരിച്ചു കിടക്കുന്നത്. അതെ, ഞാൻ അത് ഊഹിക്കാൻ കാരണമുണ്ട്. എന്റെ ഭർത്താവ് ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ ർസുഖ്നി അൽ മീതതൽ ഹസന, അല്ലാഹു എനിക്ക് നല്ല മരണം നൽകണേ, നല്ല മരണം നൽകണേ എന്നിങ്ങനെ ദുആ ചെയ്യുമായിരുന്നു. ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങൾ ഈ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം? എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അല്ലാഹുമ്മ ർസുഖ്നിൽ മീതതൽ ഹസന, ഏറ്റവും നല്ല മരണം നൽകണേ. എന്താണ് നിങ്ങൾ ആ ചോദിച്ചത്? ഞാൻ, എന്റെ ഭർത്താവ് എന്നോട് പറഞ്ഞിരുന്നു, അല്ലാഹുവിനോട് ഞാൻ ചോദിക്കുന്നത്, ഞാൻ സുജൂദിൽ കിടക്കുന്ന അവസ്ഥയിൽ എന്നെ മരിപ്പിക്കണേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
ആ ഉത്തരം അള്ളാഹു നൽകിയതാവണം. അതാണ് ഞാൻ ഊഹിച്ചത്. അവരൊക്കെ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരി തന്നെ. മഗ്രിബിന്റെ അവസാനത്തെ സുജൂദിലേക്ക് തലതാഴ്ത്തിയതാണ്, പിന്നെ എഴുന്നേറ്റിട്ടില്ല. മരിച്ചത് സുജൂദിന്റെ അവസ്ഥയിലാണ്. അങ്ങനെ മരിക്കുന്നവർ മറ്റൊരു ഭാഗത്ത്. അള്ളാഹു നമുക്ക് സജ്ജനങ്ങളുടെ മരണം നൽകട്ടെ, സജ്ജനങ്ങളുടെ മരണം നൽകട്ടെ. നിഅമതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനന്നാസ്. എത്രയോ ആളുകൾ ആരോഗ്യമുള്ള സമയം, ഒഴിവ് സമയങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഉപയോഗപ്പെടുത്താതെ അടിച്ചു പൊളിച്ച് തിന്മകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകൾ. അവരൊന്ന് ചിന്തിക്കണം, എത്ര ഗുരുതരമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചൊല്ലുമ്പോൾ എന്താണ് കയ്യിലുള്ളത്? കുറച്ചാളുകളെ സംബന്ധിച്ച് മാത്രം ഞാൻ പറയട്ടെ, അവർ കയ്യിൽ കൊണ്ടുപോയത് വലിയ വലിയ സംഭവങ്ങളാണ്, ചെറുതല്ല, വലിയ വലിയ സംഭവങ്ങൾ. അതിൽപ്പെട്ട ആളാണ് സുലൈമാൻ ഇബ്നു മെഹ്റാൻ റളിയല്ലാഹു അൻഹു. സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹു മുസ്ലിമിലും ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത മഹാനാണ് സുലൈമാൻ ഇബ്നു മെഹ്റാൻ റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ മരിക്കാൻ പോകുമ്പോ പ്രിയപ്പെട്ട മോള് കരയുകയാണ്. പെൺകുട്ടികൾക്കാണ് അങ്ങനെ ഒരു സ്നേഹം വരിക, ആൺകുട്ടികൾക്ക് സ്നേഹമില്ല എന്നല്ല. ആ പെൺകുട്ടികളുടെ സ്നേഹം അത് ആൺകുട്ടികളെ കൊണ്ട് കഴിയൂല. ഞാനൊരാണായതുകൊണ്ട് എനിക്ക് തോന്നുകയാണെന്നൊക്കെ അറിയില്ല, പെൺകുട്ടികൾ അങ്ങനെയാണ്. അതൊരു വല്ലാത്ത സ്നേഹവും കരുണയും അനുകമ്പയും. സുബ്ഹാനല്ലാഹ്. പെൺകുട്ടികൾ ഉണ്ടാവാൻ ദ്വാരക്കം പറയുന്ന കുറേ ആൾക്കാരുണ്ട്. മറിച്ചുകൊണ്ട് ആൺകുട്ടികൾ ഉണ്ടാണെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷെ ആ ഒരു സ്നേഹവും വാത്സല്യവും അത് പെൺമക്കൾ സ്ത്രീകൾക്കാണ് അല്ലാഹു കൊടുത്തത്. അത് പറഞ്ഞിട്ട് കാര്യമില്ല, അത് അവർ കൊണ്ടുപോയി. വാപ്പ മരിക്കാൻ കിടക്കുമ്പോ, സുലൈമാൻ ഇബ്നു മെഹ്റാൻ തങ്ങൾ മരിക്കാൻ കിടക്കുമ്പോ മോളിങ്ങനെ പൊട്ടിക്കരഞ്ഞപ്പോ മഹാനവറുകൾ പറഞ്ഞു, ഇബ്കി ഔലാ തബ്കി, മോളെ നീ വേണമെങ്കിൽ കരയുകയോ കരയാതിരിക്കുകയോ ചെയ്യാം. ഫവല്ലാഹ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, മാ ഫാതത്നി തക്ബീറത്തുൽ ഇഹ്റാം ഫിൽ ജമാഅ 50 സന. മോളെ 50 വർഷമായി 5 നേരത്തെ നിസ്കാരത്തിൽ ഇമാമിന്റെ കൂടെ ഒന്നാമത്തെ തക്ബീറിൽ മഅ്മൂമായി ജമാഅത്തായി നിസ്കരിച്ച വാപ്പയാണ് മോളെ നിന്റെ ഉപ്പ. അതുകൊണ്ട് മോളെ ഉപ്പാക്ക് പ്രയാസം തോന്നുന്നില്ല. മോള് വേണമെങ്കിൽ കരഞ്ഞ മോളെ, ഉപ്പാക്ക് സമാധാനം. 50 കൊല്ലം ഒരു നിസ്കാരം പോലും ഖളാ ആയിട്ടില്ല, ജമാഅത്തായിട്ടല്ലാതെ നിസ്കരിച്ചിട്ടില്ല എന്ന് സ്വന്തം മോളോട് പറഞ്ഞ മഹാനായ സുലൈമാൻ ഇബ്നു മെഹ്റാൻ. ഇവരാണ് ഹബീബിന്റെ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ. 50 കൊല്ലേ നമ്മൾ 5 നേരത്തെ ഒരു ദിവസം 5 നേരം ജമാഅത്തായിട്ട് നിസ്കാരം കിട്ടുമോ? തക്ബീറത്തുൽ ഇഹ്റാം. സുബ്ഹാനല്ലാഹ്. ഇമാമോടുകൂടെ തക്ബീറത്തുൽ ഇഹ്റാം 40 ദിവസം ഒരാൾക്ക് കിട്ടുകയാണെങ്കിൽ അല്ലാഹുവിന്റെ ഖൽബുകളിൽ കപട വിശ്വാസത്തിൽ നിന്ന് മോചനം, ശരീരത്തിന് നരകത്തിൽ നിന്ന് മോചനം അല്ലാഹു നൽകുമെന്ന് ഈ വിശുദ്ധ ദീൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവരൊക്കെയാണ് ഒറ്റക്കുള്ള യാത്രക്ക് വലിയ വലിയ സമ്പാദ്യങ്ങൾ കൊണ്ടുപോയത്. അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമായ അൽ മസ്ജിദുൻ നബവിയിൽ മദീനത്തെ ഹറമിൽ ഒരുപാട് കാലം നിസ്കരിച്ച താബിഇയാണ് സഈദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു. സക്കറാത്തിൽ കിടക്കുമ്പോൾ മഹാനായ സഈദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വല്ലാഹി മാ അദ്ദനൽ മുഅദ്ദിനു മിൻ 40 സന ഇല്ലാ വഅന ഫീ മസ്ജിദിർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മരിക്കുന്ന എനിക്ക് പ്രയാസമൊന്നും തോന്നുന്നില്ല. 40 കൊല്ലം മുഅദ്ദിൻ വാങ്ക് വിളിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ മുഅദ്ദിനായ ആള് വന്ന് വാങ്ക് വിളിക്കുമ്പോഴെല്ലാം നിസ്കരിക്കാൻ അല്ല, അതിന്റെ മുമ്പ് തന്നെ വാങ്ക് വിളി. 40 കൊല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ പള്ളിയിൽ വാങ്ക് വിളിച്ചപ്പോൾ സഈദ് ഇബ്നുൽ മുസയ്യബ് എന്ന ഞാൻ ഈ പള്ളിയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്റെ മരണത്തിൽ ദുഃഖിക്കുകയല്ല, ഞാൻ സന്തുഷ്ടനായിട്ടാണ് പോകുന്നതെന്ന് സഈദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു 40 കൊല്ലം അത് റസൂലുള്ളാഹിന്റെ പള്ളിയിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബിമാർ അതുകൊണ്ടല്ലേ സ്വർഗ്ഗത്തിലേക്ക് ഓടിയത്. അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു ഉഹദിലേക്ക് പോകുമ്പോൾ വഴിയിൽ കണ്ട സഅദ് ഇബ്നു മുആദ് എന്നവർ
ഇങ്ങോട്ടാണ് അനസേ നിങ്ങൾ ഓടുന്നത്? ഇത് അനസ് ഇബ്നു മാലിക് എന്ന പ്രശസ്തനായ അനസ് റളിയല്ലാഹു അൻഹു അല്ല, ഇത് അനസ് ഇബ്നു നളർ എന്ന മറ്റൊരു സ്വഹാബിയാണ്, അൻസ്വാരിയാണ്, മദീനക്കാരനാണ്. അനസ് ഇബ്നു നളർ എന്നവർ ഓടുകയാണ്. എങ്ങോട്ടാണ് അനസേ നിങ്ങൾ ഓടുന്നത് എന്ന് സഅദ് എന്നവർ ചോദിച്ചപ്പോ ഇലൈക അന്നി യാ സഅദ്, സഅദേ മാറി നിൽക്ക് സഅദേ മാറി നിൽക്ക്, ഇന്നി അജിദു റീഹൽ ജന്ന മിൻ സൗബി ഉഹദ് മലയുടെ ഭാഗത്ത് നിന്ന് സ്വർഗത്തിന്റെ വാസന വരുന്നുണ്ട് സഅദേ, ഞാൻ സ്വർഗത്തിലേക്ക് ഓടുകയാണെന്ന് പറഞ്ഞ് ഉഹദിൽ ഷഹീദായ സ്വഹാബിയാണ് അനസ് ഇബ്നു നളർ റളിയല്ലാഹു അൻഹു. ഇതൊക്കെ എന്താ കൊണ്ടുപോകുന്നത്? സുബ്ഹാനല്ലാഹ്, വല്ലാത്ത കൊണ്ടുപോകൽ. ഒറ്റക്കുള്ള യാത്രയാണെന്നാൽ കയ്യിൽ പാഥേയം ഒരുപാടുണ്ട്. അതുകൊണ്ട് മുഅ്മിനെ അവസാനമായി നമ്മുടെ കയ്യിൽ കരുതേണ്ട ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മുടെ ഹൃദയം ശുദ്ധമാവട്ടെ, ആരോടും വെറുപ്പില്ലാത്ത ഹൃദയമാവുക. ഇതിന് വല്ല പ്രയാസമുണ്ടോ? 5 പൈസക്ക് ചെലവില്ല. നമ്മുടെ ഖൽബ് നമ്മൾ ക്ലീൻ ചെയ്യാൻ ഒരു ഡോക്ടറെ കാണേണ്ട ആവശ്യം പോലുമില്ല. നമ്മളായിട്ട് ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തു എന്ന് പറഞ്ഞാൽ തീരും. മനസ്സറിഞ്ഞിട്ട് പറയാം, നമ്മളോട് ആരൊക്കെ ദുൽമ ചെയ്തിട്ടുണ്ടോ അവർക്കൊക്കെ പൊരുത്തപ്പെട്ടു കൊടുത്തു. നിങ്ങളൊന്ന് മനസ്സിലെന്ന് പറഞ്ഞാട്ടെ, അത് പറയാൻ ബുദ്ധിമുട്ടുള്ളവർ വേണമെങ്കിൽ എഴുന്നേറ്റ് പോയിക്കോളി. നമ്മളോട് ഇക്കാലം അത്രയും ആരൊക്കെ ദുൽമ ചെയ്തിട്ടുണ്ടോ അവർക്ക് ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തു. ഇത് നമ്മൾ ചെയ്താൽ അള്ളാഹു നമുക്ക് പൊരുത്തപ്പെട്ടു തരും. നമ്മൾ പിടിച്ചു വെച്ചോ നമ്മുടെ പല കേസും അള്ളാഹു നാളെ പുറത്തു കൊണ്ടുവരും. അതുകൊണ്ട് മനുഷ്യർക്ക് മുഴുവനും പുറത്തു കൊടുക്കുക. ആരോടും വൈരാഗ്യം വേണ്ട, മാപ്പ് ചെയ്തു കൊടുക്കുക. മാപ്പ് ചെയ്തു. എല്ലാവരും മാപ്പ് ചെയ്തോ? ഇപ്പോഴും ഫോർമാറ്റ് ആയിട്ടില്ല എന്നുള്ളത് കൈ നോക്കിയാട്ടെ, ഡിലീറ്റ് ആയി കഴിയണില്ല. ക്ലീൻ ആയില്ലേ? അൽഹംദുലില്ലാഹ്. ആരോട് വെറുപ്പ് വേണ്ട. സ്നേഹിക്കാൻ പറ്റൂലേ? വെറുക്കണ്ട. തിന്മ ചെയ്യുന്നവരെ അതിനെ സംബന്ധിച്ചല്ല പറയുന്നത്, അല്ലാത്ത പല വിഷയങ്ങളും. അവളത് അന്ന് അങ്ങനെ പറഞ്ഞില്ലേ, എൻ്റെ ഉമ്മാനോടുള്ള അങ്ങനെ പറഞ്ഞു, പെണ്ണുങ്ങൾ അതൊക്കെ വിട്ടക്കി അല്ലാഹുവിന് വേണ്ടി പൊരുത്തപ്പെട്ടു കൊടുക്കുക. ആണുങ്ങൾക്ക് അവരുടേതായ വിഷയങ്ങളുണ്ടാവും. പാര വെച്ചവര്, വിസ മുടക്കിയവര്, മകളെ കല്യാണം മുടക്കിയവര്, ഇതൊക്കെ എല്ലാ നാട്ടിലുണ്ട്. പുറത്തു കൊടുക്കുക, മാപ്പ് ചെയ്തു കൊടുക്കുക. അല്ലാഹുവേ, എന്നോട് ദുൽമ ചെയ്തവർക്ക് ഞാൻ മാപ്പ് കൊടുത്തു റബ്ബേ, അതിന് പകരം നീ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം പടച്ചവനെ. അല്ലാഹുവേ, നമുക്ക് പൊരുത്തു തരണേ തമ്പുരാനെ. അല്ലാഹു നമുക്ക് മാപ്പ് തരട്ടെ. ഇന്നല്ലാഹ അമറനി അൻ അസ്ല മൻ ഖതഅനി. നബി തങ്ങൾ പറഞ്ഞു, എന്നോട് ബന്ധം വിച്ഛേദിച്ച ആളുകളോട് ബന്ധം പുലർത്താൻ അല്ലാഹു എന്നോട് പറഞ്ഞിട്ടുണ്ട്. വഅഫു അമ്മൻ ളലമനി, എന്നെ ആക്രമിച്ചവർക്ക് മാപ്പ് ചെയ്യണമെന്ന് അല്ലാഹു എന്നോട് പറഞ്ഞിട്ടുണ്ട്. വഅൻ ഉഅ്തിയ മൻ ഹറമനി, എനിക്ക് വല്ലതും നൽകാതെ അപമാനിച്ചവർക്ക് അങ്ങോട്ട് കൊടുക്കണമെന്നും അല്ലാഹു എന്നോട് കൽപ്പിച്ചുവെന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഒറ്റക്കുള്ള യാത്രക്ക് ഒരുങ്ങും മുമ്പ് എല്ലാവരും എല്ലാവർക്കുമായി പുറത്തു കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൽ ബഗ്ദാഉ വൽ ഹാലിഖ, വൈരാഗ്യം എന്ന് പറയുന്നത് വടിച്ചു കളയുന്നതാണ്, ഷൈവ് ചെയ്യുന്നതാണെന്ന് നബി തങ്ങൾ പറഞ്ഞു. അൽ ബഗ്ദാ, സംഘടനകൾ തമ്മിലുള്ള വൈരാഗ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഒരു ഐക്യപ്പെടലിലേക്കും ഒരു ഒരുമയിലേക്കും കാര്യങ്ങൾ നീങ്ങുന്ന സമയം ആ ഐക്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതിനാരൊക്കെയാണ് മുൻകൈയെടുക്കുന്നത്? എന്തെല്ലാം വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടാണെങ്കിൽ തന്നെയും അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ വിഷയത്തിൽ ഈ ഉമ്മത്ത്, മുസ്ലിമീങ്ങളായ മുഴുവൻ ബഹുജനങ്ങളും ഒരു മനസ്സായി ഈ സമുദായം ഒന്നായി നിൽക്കേണ്ട നേരമാണിത്. നമ്മൾ ആരോടും പോരടിക്കാനല്ല, നമ്മൾ ചിന്നിച്ചിതറാതിരിക്കാൻ ഐക്യത്തിന്റെ ശ്രമങ്ങൾ വരുമ്പോ, അതിനുവേണ്ടി ആളുകൾ പല ഭാഗങ്ങളിൽ പരിശ്രമങ്ങൾ തുടങ്ങിക്കഴിയുമ്പോ, വീണ്ടും പണ്ട് പറഞ്ഞത് വേറൊരു പ്രസംഗം അങ്ങനെ പറഞ്ഞില്ലേ, ഇതൊന്നും ഇനി പറയരുത്. അഫല്ലാഹു അമ്മാ സലഫ, കഴിഞ്ഞുപോയ കാലത്തെല്ലാം അല്ലാഹു പുറത്തു തരട്ടെ. ഇനി ഒരു നല്ല ഭാവിക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കാൻ അഹ്ലുസുന്നയുടെ പ്രവർത്തകന്മാരായ ആളുകൾ സ്നേഹത്തോടെ